അപ്പോൾ ഇന്ന് നമ്മളൊരു ക്രൂയിസിൽ പോകാൻ പോകുക കേട്ടോ. നമ്മളെ ഫിൻലാൻഡ് എക്സ്പ്ലോറേഷൻ കഴിഞ്ഞു. സ്കാൻഡിനേവിയൻ ട്രിപ്പിൻ്റെ നമ്മൾ നോർത്തേൺ യൂറോപ്പായ സ്കാൻഡിനേവിയൻ ട്രിപ്പിൻ്റെ ഫസ്റ്റ് 2 ഡേയ്സ് നമ്മൾ ഫിൻലാൻഡിലായിരുന്നു. അങ്ങനെ ഫിൻലാൻഡ് കഴിഞ്ഞിട്ട് നമ്മളിനി സ്വീഡനിലേക്ക് പോവാണ്. ഫിൻലാൻഡിൻ്റെ ക്യാപിറ്റലാണല്ലോ ഹെൽസിൻകി. ഈ ഹെൽസിൻകിയിലെ ഒരു പോർട്ടിൽ നിന്ന് ഈ സിൽജ സിംഫണി എന്ന് പറഞ്ഞ ഒരു ഷിപ്പിലാണ് നമ്മൾ ക്രൂയിസിന് പോകുന്നത് കേട്ടോ. അങ്ങനെ ഓവർനൈറ്റ് ക്രൂയിസാണ്. ഒരു 17 മണിക്കൂർ ജേണി കഴിഞ്ഞാൽ നമുക്ക് സ്വീഡൻ്റെ ക്യാപിറ്റലായ സ്റ്റോക്ക്ഹോമിലെത്താൻ പറ്റും. അങ്ങനെ ആ ക്രൂയിസിൻ്റെ വിശേഷങ്ങളാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ ഫസ്റ്റ് നമുക്കിങ്ങനെ ഒരു കാർഡൊക്കെ കിട്ടും. ടിക്കറ്റ് എടുക്കുമ്പോൾ ഓരോരുത്തരുടെയും പേരും റൂം നമ്പറും ഏത് ലിഫ്റ്റ് യൂസ് ചെയ്യണം എന്നുള്ള ലിഫ്റ്റ് നമ്പറും ഒക്കെ വെച്ചിട്ടുള്ളൊരു കാർഡ് കിട്ടും കേട്ടോ. ഇങ്ങനെ കാർഡൊക്കെ വെച്ചിട്ട് നമ്മൾ എൻട്രി ചെയ്യാൻ പോവാണ് ഷിപ്പിലേക്ക്. വഴിയിൽ ഇങ്ങനെ നമ്മൾ എൻ്റർടൈൻ ചെയ്യാൻ വേണ്ടി ഇങ്ങനെ കുറേ ഡോളുകളൊക്കെ നമുക്ക് ടാറ്റയൊക്കെ തന്ന് ഇങ്ങനെ ബൈ ഒക്കെ തന്ന് നിൽക്കുന്നുണ്ട്. പിന്നെ ആ ഷിപ്പിൻ്റെ മെയിനായിട്ടുള്ള ക്രൂവിൻ്റെ ഒക്കെ ഫോട്ടോസും ഇതൊക്കെ വെച്ച് ഡീറ്റെയിൽസൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. അങ്ങനെ നമ്മളൊരു ലെവൽ 6 എൻട്രി ചെയ്യുന്നത്. അവിടെ തന്നെ നമുക്ക് കുറേ ഷോപ്പുകളും ഒക്കെ കാണാം കേട്ടോ. ഒരുപാട് ഷോപ്പുകളൊക്കെ ഉള്ള കുറേ നിലകൾ മുകളിലേക്കും താഴേക്കും ഒക്കെ കാണുന്ന ഇതൊരു ഷിപ്പിൻ്റെ ഉള്ളാണല്ലോ നമുക്ക് അത്ഭുതം തോന്നും കേട്ടോ കാണുമ്പോൾ. കുറേ ഷോപ്പുകളുണ്ട്. സ്റ്റാർ ലൈറ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് എൻട്രി തന്നെ എഴുതി വെച്ചിട്ടുണ്ട്. കുറേ പ്രോഗ്രാംസൊക്കെ ആ ഷിപ്പിൽ നടക്കുന്നുണ്ട്. അതിൻ്റെ ഡീറ്റെയിൽസൊക്കെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഡിസ്പ്ലേ ചെയ്യുന്നുണ്ട് കേട്ടോ. കുറേ ഡാൻസ് ഷോസ്, മാജിക് ഷോസ്, അങ്ങനെ പലതും ഉണ്ട്. അങ്ങനെ ഞങ്ങളുടെ ക്യാബിൻ്റെ ഉള്ളിലെത്തി. നമ്മുടെ റൂമിൽ 4 പേർക്ക് വരെ കിടക്കാൻ പറ്റും കേട്ടോ. 4 കട്ടിലിങ്ങനെ മടക്കി വെച്ച രീതിയിലാണ്. 2 പേരുള്ളെങ്കിൽ 2 എണ്ണം മാത്രം നിർത്തിയാൽ മതി. പിന്നെ അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള നല്ല എല്ലാ ഫെസിലിറ്റീസും ഉള്ളൊരു ബാത്റൂമും എല്ലാ ക്യാബിൻ്റെ ഉള്ളിലും ഉണ്ട്. ഞങ്ങളത് സീ വ്യൂ ആയിരുന്നില്ല, ഒരു ഇൻറ്റീരിയർ റൂമായിരുന്നു. സീ വ്യൂ റൂമിന് കുറച്ചും കൂടി റേറ്റ് കൂടുതലാണ്. സീ വ്യൂ 2 ടൈപ്പ് റൂംസ് ഉണ്ട് കേട്ടോ. സീ വ്യൂവും പിന്നെ ഇൻറ്റീരിയർ ഫേസിങ് ആയിട്ടുള്ള റൂമും. അങ്ങനെ ബാൾട്ടിക് സീയിലൂടെയാണ് ഈ ക്രൂയിസ് ഉള്ളത്. പുറത്ത് നോക്കുമ്പോൾ കുറേ കപ്പലുകളൊക്കെ നമുക്ക് വേറെ കാണാം. ഒരുപാട് സ്പേസ് ഉണ്ട് കേട്ടോ. അങ്ങനെ കടൽ കണ്ടിരിക്കാനുള്ള സ്പേസ് ഉണ്ട്. പിന്നെ ഇങ്ങനെ ഓരോ ഫ്ലോറിലും എന്തൊക്കെയുണ്ട്, ആക്ടിവിറ്റീസൊക്കെ എന്തൊക്കെയാണെന്നുള്ളതും ഒക്കെ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്. നമുക്ക് ഗെയിം റൂം ഒന്ന് കാണാൻ പോവാം. ഒരു ലെവലിൽ ഇങ്ങനെ കുറേ ഗെയിം റൂമുണ്ട് കേട്ടോ. ഒരുപാട് ഗെയിംസ് ഉള്ള ഒരു റൂമേ. കുറേ ഈ വീഡിയോ ഗെയിംസ്, റേസിങ് ഗെയിംസ്, അങ്ങനത്തെ കുറേ ഐറ്റംസ് ഉണ്ട് കേട്ടോ. കുട്ടികൾക്കൊക്കെ വേറെ ഒന്നും വേണ്ട, അതിനകത്തേക്ക് കയറ്റി വിട്ടാൽ മതി. അവരുടെ സമയം ഈ ഫ്രീ ടൈം ഫുള്ള് അവരതിൽ എൻജോയ് ചെയ്ത് അടിച്ചു പൊളിച്ച് കഴിഞ്ഞോളും. പിന്നെ ഇങ്ങനെ കുറേ ഫ്ലോറുകളുണ്ട്. എൻട്രൻസിൻ്റെ സൈഡിലൊക്കെ ആയിട്ട് 2-3 ഇതുപോലത്തെ ഗെയിംസും ടോയ് ക്യാപ്ചർ മെഷീൻസും ഒക്കെ വെച്ചിട്ടുണ്ട്. പിന്നെ ഈ ഗെയിം റൂമിൻ്റെ മുകളിൽ നിന്ന് നമ്മൾ ഓണി കയറിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരു റെസ്റ്റോറൻറ്റും പബ്ബും ബാറും ഒക്കെ ഉണ്ട്. കണ്ടോ, ഗെയിം റൂം ഇങ്ങനെ ഒരുപാട് ഉള്ളിലേക്കൊക്കെ പോയിട്ട് കുറേ ടൈപ്പ് ഉണ്ട് കേട്ടോ. അതുപോലെ ടോയ് ക്യാച്ചേഴ്സൊക്കെ ഒരുപാടുണ്ട്. ഇങ്ങനെ കുറേ സാധനങ്ങളുണ്ട്. കുട്ടികൾക്കൊക്കെ നല്ല അടിപൊളിയായിരിക്കും ഇങ്ങനെ ഈ ഒരു ക്രൂയിസ് എക്സ്പീരിയൻസ്. പിന്നെ കുറേ ഡാൻസ് ഷോസ്, കുറേ ഷോകൾ നടക്കുന്നുണ്ട്. അതിൻ്റെ ടൈമൊക്കെ നമ്മൾ കറക്റ്റായിട്ട് നോക്കി വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒന്നും മിസ്സാവാതെ കാണാൻ പറ്റും. അതുപോലെ തന്നെ ഈ ഷിപ്പിൽ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റും ഡിന്നറും ബുഫേ ഇൻക്ലൂഡഡ് ആണ്. സംഭവം ഭയങ്കര അടിപൊളിയാണ് കേട്ടോ. ഭയങ്കര വെറൈറ്റി ഐറ്റംസ് ഉള്ള ഡിന്നറും ബ്രേക്ക്ഫാസ്റ്റും ഒക്കെയാണ് കാണിച്ചു തരാം കേട്ടോ. കണ്ടോ, ഇങ്ങനെ ഒരുപാട് ഗെയിംസ്, കുറേ കുട്ടികൾക്ക് ഒരുമിച്ച് തന്നെ കളിക്കാൻ പറ്റിയ അത്രയും സ്പേഷ്യസ് ആണ് ഇത്. പിന്നെ അതിനകത്തുള്ള ചെറിയ ഒരു കഫേ റെസ്റ്റോറൻ്റൊക്കെ ഉണ്ട്. പിന്നെ ഡിന്നറും ബ്രേക്ക്ഫാസ്റ്റും ഒക്കെ വേറെ വലിയ റെസ്റ്റോറൻറ്റിലാണ്. ഒരുപാട് സീറ്റിങ്സ് ഒക്കെ ഉള്ള. പിന്നെ കുറേ ഫ്ലോറുകളുടെ ബിഗിനിങ്ങിലൊക്കെ ഇങ്ങനത്തെ ചെറിയ ഓരോ ഗെയിംസും ഇതൊക്കെ കളിക്കാൻ പറ്റിയ സാധനങ്ങളുണ്ട്. പിന്നെ ഗിഫ്റ്റ്സൊക്കെ വാങ്ങാൻ പറ്റിയ ഒരുപാട് ഷോപ്പുകളുണ്ട് കേട്ടോ. ഇതൊക്കെ ഈ കപ്പലിൻ്റെ ഉള്ളിൽ തന്നെ ഉള്ളതാണ്. ഇത്രയധികം കുറേ ചെറിയ റെസ്റ്റോറൻറ്റ്സ് ഉണ്ട്. ഈ ഡിന്നറും ബ്രേക്ക്ഫാസ്റ്റും അല്ലാണ്ട് അതിൻ്റെ പുറമേ നമുക്ക് എല്ലാം കഴിക്കണമെന്നുണ്ടെങ്കിൽ കുറേ സാൻഡ്വിച്ചുകൾ, ജ്യൂസുകൾ, കേക്കുകൾ, കുറേ ടിൻഡായിട്ടുള്ള ഡ്രിങ്ക്സ്, അങ്ങനെ ഒരുപാടുണ്ട്. ഒരു ലോകം തന്നെയാണ് ശരിക്കും പറഞ്ഞാൽ ഈ കപ്പൽ. ഇത് കണ്ടോ, കുറേ പ്രോൺസും എഗ്ഗും ഒക്കെ ആയിട്ട് ഇങ്ങനെ വെറൈറ്റി ആയിട്ട് ഇങ്ങനെ റെഡി ടു കുക്കായിട്ട് വെച്ചിട്ടുണ്ട് കുറേ എണ്ണം. അതൊക്കെ അവർ വേണമെങ്കിൽ നമ്മൾ ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ മൈക്രോവേവ് ചെയ്തൊക്കെ തരും. ഒരുപാട് വെറൈറ്റി സാൻഡ്വിച്ചുകളും ഒക്കെയുള്ള ഷോപ്പുകളുണ്ട്. കാണാൻ മൊത്തം ഭയങ്കര അടിപൊളിയാണ്. ഒരു വണ്ടർഫുൾ എക്സ്പീരിയൻസ് ആയിരുന്നു ശരിക്കും നമ്മുടെ ഈ ക്രൂയിസ് ജേണി. സിൽജ സിംഫണി എന്നാണ് ഇതിൻ്റെ പേര്. നമ്മൾ ഓൺലൈനിൽ നോക്കുമ്പോഴും ഇതുപോലെ ഭയങ്കര ഒരു റേറ്റ് ഒന്നും കാണുന്നില്ല ഇതിന്. കണ്ടോ, കുറേ വൈൻ ബാറുകളുണ്ട്. അങ്ങനെ ഒരുപാട് ഷോപ്പുകളുണ്ട് കേട്ടോ. നല്ല ഒരു ഡേ, വണ്ടർഫുള്ളായിട്ടൊരു ദിവസം നമുക്ക് സ്പെൻഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു ഫ്ലൈറ്റ് യാത്രയേക്കാളും, ഇപ്പോഴും ഫ്ലൈറ്റ് യാത്ര കുറേ ചെയ്ത് മടുക്കുമല്ലോ. ഇങ്ങനെ ഒരു ക്രൂയിസ് വഴിയാണ് നമ്മളിപ്പോൾ ഒരു സ്ഥലത്ത് നിന്ന് മറ്റേ സ്ഥലത്തേക്ക് പോകുന്നതെങ്കിൽ നമുക്ക് കുറച്ചും കൂടി ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു എക്സ്പീരിയൻസ് ആയിരിക്കും. അങ്ങനെ നമ്മൾ ഫിൻലാൻഡിൽ നിന്ന് സ്വീഡനിലേക്ക് ഈ ക്രൂയിസിലാണ് പോയത്. ഇത് ഇവരുടെ റെസ്റ്റോറൻ്റാണ് കേട്ടോ. റെസ്റ്റോറൻറ്റ് ഫുൾ അണ്ടർഗ്രൗണ്ടാണ്. ഇതിൻ്റെ താഴേക്ക് ഇങ്ങോട്ട് ഇറങ്ങിക്കഴിഞ്ഞാലാണ് ഏറ്റവും താഴെയുള്ള ലെവൽസിലാണ് റെസ്റ്റോറൻറ്റ്. നമ്മൾ ആ ബേസ് ലെവലിനേക്കാളും താഴ്ന്നിട്ടാണ് കേട്ടോ. അങ്ങനെ നമ്മൾ ഫുള്ളൊന്ന് നടന്ന് ചുറ്റിക്കറങ്ങി കണ്ടു. ഇനി ഡ്രസ്സൊക്കെ വാങ്ങണമെന്നുണ്ടെങ്കിൽ അതിനും പറ്റിയ ഒരുപാട് ഡ്രസ് ഷോപ്പുകളുണ്ട്. പിന്നെ നമുക്ക് അത്യാവശ്യമായിട്ടുള്ള സാധനങ്ങൾ, അഡാപ്റ്റേഴ്സ്, അങ്ങനത്തെ എന്ത് സാധനം വേണമെങ്കിലും അവിടെ കിട്ടും. അത്രയ്ക്ക് ഒരുപാട് ഷോപ്പുകളുണ്ട് കേട്ടോ അവിടെ. പിന്നെ വൈന്, അങ്ങനെ
ഡ്രിങ്ക്സും ആൽക്കഹോളിക് ഡ്രിങ്ക്സൊക്കെ കിട്ടുന്ന ബാറുകളൊക്കെ 2-3 ഉണ്ട്. പിന്നെ അവിടെ നിന്നുള്ളൊരു ഡോറാണ് കേട്ടോ. ആ ഡോറിൽ നിന്ന് നമുക്ക് പുറത്തേക്ക് പോകാം. പുറത്തേക്ക് പോയാൽ ബാൽക്കണി ഏരിയയാണ്. നമുക്കിങ്ങനെ ഓപ്പൺ ആയിട്ടുള്ള ഏരിയ, ഭയങ്കര തണുപ്പും കാറ്റും ഒക്കെയാണ് കേട്ടോ. നല്ല തണുപ്പായതുകൊണ്ട് തന്നെ ഒരുപാട് നേരം നമുക്ക് ഓപ്പൺ സ്പേസിൽ നിൽക്കാൻ പറ്റില്ല. ഇന്നത്തെ ടെമ്പറേച്ചർ 0 to 2 ഡിഗ്രി ഒക്കെയാണ്. അതുകൊണ്ട് തന്നെ ഒരുപാട് സമയമൊന്നും നിൽക്കാൻ പറ്റില്ല. നമുക്ക് ഫുള്ളൊന്നും നമ്മൾ ചുറ്റിക്കറങ്ങി കണ്ടു കേട്ടോ. ആ ജാക്കറ്റൊക്കെ ഇട്ട് നല്ല ഫുള്ളി നമ്മൾ പ്രൊട്ടക്റ്റഡ് ആയിരിക്കണം, ഗ്ലൗസും ജാക്കറ്റും ഒക്കെ ഇട്ടിട്ട്. അല്ലെങ്കിൽ നമുക്ക് ഒരുപാട് സമയമൊന്നും അവിടെ നിൽക്കാൻ പറ്റില്ല. അങ്ങനെ നമ്മൾ ഫുള്ള് കപ്പലിൻ്റെ ചുറ്റും ഒന്ന് ഇങ്ങനെ കറങ്ങി നടന്നു. എന്തൊരു ഭംഗിയുള്ള കാഴ്ചകളാണെന്നറിയോ ചുറ്റും. കണ്ടോ, നല്ല ഭംഗിയുള്ളൊരു വീട് ഇങ്ങനെ കണ്ടിട്ട്, ഒരു പച്ച കളറിൽ ഒരു ഗ്രീൻ കളറിൽ നല്ല ഒരു വെക്കേഷൻ ഹോം പോലത്തെ ഒരു വീട്. പിന്നെ വേറെ കുറേ കപ്പലുകൾ പോകുന്നതും ബാൾട്ടിക് സീയിലൂടെ ഒരുപാട് ബോട്ടുകളും കപ്പലുകളും പോകുന്നതും, അതിൻ്റെ അപ്പുറത്തുള്ള കുറേ ബിൽഡിങ്ങുകളും, കുറേ കളർഫുള്ളായിട്ടുള്ള ബിൽഡിങ്ങുകളും ഒക്കെ നമുക്ക് നമ്മളെ ഷിപ്പിൽ നിന്ന് നോക്കി അങ്ങനെ കാണാം കേട്ടോ. ഈ വീട്ടിലേക്ക് നമുക്ക് ഞങ്ങൾ നോക്കിയിട്ട് വേറെ വഴിയൊന്നും കാണുന്നില്ല. ബോട്ടിലോ ഷിപ്പിലോ മാത്രം വന്ന് ഇറങ്ങിയിട്ട് പോകേണ്ട എന്തോ ഈ വെക്കേഷൻ ഹോമോ അങ്ങനെ എന്തോ ആണ് തോന്നുന്നത്. പിന്നെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ ഓപ്പൺ സീ ഒക്കെ കാണാൻ വേണ്ടി ക്ലോസ്ഡ് ആയിട്ട് തന്നെ ഗ്ലാസ്സിലൂടെ കാണാനുള്ളൊരു സ്ഥലമുണ്ട്. പിന്നെ ഈ ഷിപ്പിൻ്റെ പ്രൊപ്പല്ലർ പോലെ ഒരു ഫാനൊക്കെ ഇങ്ങനെ കറങ്ങുന്നുണ്ട് കേട്ടോ ആ സൈഡിൽ പോയപ്പോൾ. അങ്ങനെ നമുക്കൊരു കോൺഫറൻസ് ഹാളുണ്ട്. അങ്ങനെ ഒരുപാട് സ്ഥലമുണ്ട്. ഞങ്ങൾ ഫുള്ള് ഷിപ്പൊന്ന് കറങ്ങി കണ്ടു കേട്ടോ. പിന്നെ ഡ്യൂട്ടി ഫ്രീ ഷോപ്പ് ഉണ്ട് കേട്ടോ. ഇവിടെ നമ്മൾ എയർപോർട്ട്സിലൊക്കെ ഉണ്ടാകുന്ന പോലെ ഒരു വലിയ ഡ്യൂട്ടി ഫ്രീ ഷോപ്പാണിത്. അവിടെ ഇല്ലാത്തൊരു സാധനമല്ല, അത്ര വലിയൊരു ഷോപ്പ്. ഒരുപാട് ഐറ്റം സാധനങ്ങൾ അവിടെ ഉണ്ട് കേട്ടോ. അതിൻ്റെ തൊട്ടപ്പുറത്ത് നമ്മളൊരു റെസ്റ്റോറൻറ്റ് കണ്ടോ. ഇതാണ് ടാക്സി ഫ്രീ ഷോപ്പ് എന്ന് പറഞ്ഞാൽ. ഹെൽസിൻകിയിലും സ്റ്റോക്ക്ഹോമിലും ഒക്കെ എത്തുന്ന ടൈമിങ്സും എല്ലാ കാര്യങ്ങളും അവിടെ ചാർട്ടായിട്ട് എഴുതി വെച്ചിട്ടുണ്ട്. അങ്ങനെ നമ്മൾ ഫുള്ള് അന്നത്തെ ദിവസം കംപ്ലീറ്റ് 17 മണിക്കൂർ ഷിപ്പിൽ ചിലവഴിച്ചു കേട്ടോ. ഈ സ്റ്റെപ്പൊക്കെ കയറിപ്പോയാൽ നമുക്ക് ഇരിക്കാനൊക്കെ അത്യാവശ്യം നല്ല സീറ്റിങ്ങുള്ളൊരു സ്പേസും അതിൻ്റെ അപ്പുറത്തൊരു സ്റ്റേജും ഉണ്ട് കേട്ടോ. ആ സ്റ്റേജിൽ ഇടയ്ക്കിടയ്ക്ക് മ്യൂസിക്, കരോക്കി, ഡാൻസ് അങ്ങനത്തെ ഷോസൊക്കെ ഉണ്ടാവുകയും ചെയ്യും. ഇതൊരു വൻ ക്രൂയിസല്ല, നമ്മൾ ഈ റോയൽ കരീബിയൻ്റെ ഒന്നും ആ ഒരു ലെവലിലുള്ള വൻ ക്രൂയിസല്ല. മെയിൻലി ഒരു ട്രാൻസ്പോർട്ടേഷനും കുറച്ച് എൻ്റർടൈൻമെൻറ്റുമാണ് ഇവരുടെ ഉദ്ദേശം. നമ്മുടെ ഫ്ലൈറ്റിനേക്കാളും കമ്പാരിറ്റീവ്ലി നമുക്ക് ബെറ്ററാണ്, കുറച്ചും കൂടി നല്ല എക്സ്പീരിയൻസ് ആയിരിക്കും ഈ ഷിപ്പ് ക്രൂയിസ്. ഇത് കണ്ടോ, നമ്മൾ നല്ല കടലൊക്കെ കണ്ട്, കടൽ എത്ര കണ്ടാലും മടുക്കാത്തൊരു സാധനമാണല്ലോ ഈ കടൽ. നമുക്കിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് എല്ലാ ഫ്ലോറിലും 2 സൈഡിലും ഇങ്ങനെ സീറ്റിങ്സ് ഉണ്ട് കേട്ടോ കടൽ കണ്ടിരിക്കാൻ. നമ്മൾ റൂമിൽ വിൻഡോസിൽ ഇൻറ്റീരിയർ റൂമാണ്, കടൽ കാണുന്നില്ലെങ്കിലും നമുക്ക് ഈ സീറ്റുകളിലൊക്കെ വന്നിരുന്ന് ഫുൾ ടൈം കടലൊക്കെ കണ്ട് എൻജോയ് ചെയ്തിരിക്കുക കേട്ടോ. ഇതാണ് ആ ഷോപ്പ്, ഞാൻ പറഞ്ഞ ആ ഡ്യൂട്ടി ഫ്രീ ഷോപ്പിൻ്റെ ഉള്ളിൽ നമ്മളൊന്ന് വെറുതെ ഇറങ്ങി. അപ്പോൾ അവിടെ കുറേ ചോക്ലേറ്റ്സും കുറേ ആൽക്കഹോളിക് ഡ്രിങ്ക്സും പിന്നെ പെർഫ്യൂംസും ഒക്കെ അത്യാവശ്യം ഡ്യൂട്ടി ഫ്രീ ആയിട്ട്, ടാക്സ് ഫ്രീ ആയിട്ട് തന്നെ നമുക്ക് കിട്ടും. നല്ല ഒരുപാട് ഐറ്റംസ് ഉണ്ട് കേട്ടോ അവിടെ. ഒരു ഷോപ്പിംഗ് ലവേഴ്സിന് ഷോപ്പിംഗ് ചെയ്യാൻ ഇനി സ്ഥലമില്ല എന്ന് വിചാരിക്കേണ്ട, നല്ല ഗ്രാൻഡായിട്ട് ഷോപ്പിങ്ങും ചെയ്യാം. പിന്നെ നമുക്കിങ്ങനെ മുകളിൽ ടെറസിൽ ബാൽക്കണിയിലൊക്കെ എന്തൊക്കെ ഉണ്ടെന്നൊന്ന് കാണാൻ വേണ്ടി ഞങ്ങൾ ബാൽക്കണിയിൽ പോയി. ബാൽക്കണിയിൽ ഒരു ചെറിയ പ്ലേ ഏരിയ കുട്ടികൾക്ക് വേണ്ടിയുണ്ട് കേട്ടോ. ഇങ്ങനെ ഒരു ഓപ്പൺ സ്പേസാണ്. ഭയങ്കര തണുപ്പാണ്. ഇത്രയും ലോ ടെമ്പറേച്ചർ ആയതുകൊണ്ട് നമുക്ക് ജസ്റ്റ് കുറച്ച് നേരമൊക്കെ നിൽക്കാനേ പറ്റുള്ളൂ. ഒരുപാട് നേരം നിന്ന് കഴിഞ്ഞാൽ കൈയും കാലൊക്കെ മരവിച്ച് പോകും. ഇത്രയ്ക്ക് തണുപ്പും തണുത്ത കാറ്റുമൊക്കെയാണ് കേട്ടോ. കണ്ടോ, ചെറിയ ഒരു സ്റ്റെപ്പും സ്ലൈഡും പിന്നെ കുറച്ച് ഒരു പാരറ്റിൻ്റെ ഇതൊക്കെ വെച്ച് ചെറിയ കുട്ടികൾക്കൊക്കെ കളിക്കാൻ വേണ്ടിയുള്ള ഒരു ചെറിയ ഏരിയ ഒക്കെ അവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. സംഭവം ഏതായാലും അടിപൊളിയായിരുന്നു കേട്ടോ. പിന്നെ ഇങ്ങനെ വേണമെങ്കിൽ ഇരുന്ന് കാറ്റ് കൊള്ളാനോ വേണമെങ്കിൽ കുറച്ച് നേരം കിടക്കാനും ഒക്കെ ബെഞ്ചും ഡെസ്കും ഒക്കെ ഉണ്ട് കേട്ടോ. കടലിൻ്റെ ഭംഗി ഭയങ്കര ഭംഗിയാണ്. ഈ യൂറോപ്യൻ കൺട്രീസിലെ കടലിന് നല്ലൊരു ഒരു പ്രത്യേക ഭംഗിയാണ്. അങ്ങനെ ഞങ്ങളുടെ ഡിന്നറിൻ്റെ ടൈമായിട്ടോ. അങ്ങനെ ഡിന്നർ ബുഫേക്ക് നമ്മൾ പോയി. ഫസ്റ്റ് കയറുമ്പോൾ തന്നെ ഒരുപാട് വെറൈറ്റി ആയിട്ടുള്ള കേക്കുകൾ ഇങ്ങനെ നിരത്തി വെച്ചേക്കാണ്. കേക്കുകൾ കുറേ ടൈപ്പ് ഉണ്ടാവും. പൈനാപ്പിളും പിന്നെ കുറേ മാഷ്മെലോസ് ഒരു ക്രീമിലൊക്കെ ഇട്ടിട്ടുള്ളത്, കുറേ കാണാത്ത ടൈപ്പ് വരെ ഒരുപാട് ടൈപ്പ് ബ്രൗണീസും പിന്നെ സാലഡ്സിൻ്റെ സെക്ഷനെത്തി. ഒരുപാട് വെറൈറ്റി സാലഡ്സും ഉണ്ട് കണ്ടില്ലേ. ഒരുപാട് പല ചെറിയ ടൊമാറ്റോസ്, ബ്രൊക്കോളി, അങ്ങനെ കുറേ സ്റ്റീംഡ് ആയിട്ടുള്ള കുറേ വെറൈറ്റി ആയിട്ടുള്ള ചീസുകൾ, ജാമുകൾ, നട്ട്സ് ഉണ്ടോ. ഒരുപാട് ടൈപ്പ്. ഈ കരാമൽ പോപ്കോണ്, മാഷ്മെലോസ്, പിന്നെ ഒരുപാട് കേട്ടോ, പറഞ്ഞാൽ തീരില്ല അത്രയ്ക്ക് ഐറ്റംസ് ഉണ്ടായിരുന്നു. ഭയങ്കര ഗ്രാൻഡായിട്ടുള്ള ഡിന്നറായിരുന്നു കേട്ടോ. കണ്ടില്ലേ, ഒരുപാട്. ഇനി ബ്രെഡ് ഐറ്റംസൊക്കെ ഇഷ്ടമുള്ളവർക്ക് അതുണ്ട്. കുറേ ഫ്രൂട്ട്സും സാലഡ്സും ഡെസേർട്ട്സും പിന്നെ മീറ്റ്, സാൽമൺ, ഫിഷൊക്കെ കണ്ടിട്ട് പക്ഷേ അത്ര കുക്കായി തോന്നില്ല. ഇന്ത്യൻസിനൊന്നും പൊതുവേ ഇത് വല്ലാണ്ട് കണ്ട് ഇഷ്ടാവില്ല അവരെ ഫിഷൊക്കെ, കാരണം വളരെ ഹാഫ് കുക്ക്ഡ് പോലെയാണ്. പ്രോൺസൊക്കെ കണ്ടാൽ വല്ലാണ്ട് കുക്ക്ഡല്ല. പിന്നെ ഈ ചെസ്നട്ടും വാൽനട്ടും കുറേ സ്വീറ്റ്സ്, ചോക്ലേറ്റ്സ് ഇട്ടേക്കുന്നുണ്ടോ. ചോക്ലേറ്റ്സൊക്കെ ഇങ്ങനെ വാരി വെതറിയേക്കാണ്. പിന്നെ ചോക്ലേറ്റ് ഫൗണ്ടൻ ഉണ്ട്, മാഷ്മെലോ ചോക്ലേറ്റ് ഫൗണ്ടനിൽ ഇങ്ങനെ റാപ്പ് ചെയ്തിട്ടൊക്കെ എടുക്കുന്നുണ്ട് കേട്ടോ ആൾക്കാർ. പിന്നെ കുറേ ഗ്രേപ്സും അങ്ങനെ കുറേ ഫ്രൂട്ട്സ്, പൈനാപ്പിളും ഒക്കെ ഉണ്ട്. ഇതൊക്കെ അവിടെ നഗ്ഗറ്റ്സ് ഉണ്ട്, കുറേ ടൈപ്പ് ഫിഷ്, കുറേ സോസേജുകൾ. അങ്ങനെ സ്പേസ് നോക്കുകയാണെങ്കിലും ഈറ്റിംഗ് സ്പേസ് ഒരുപാട് ഡൈനിങ് സ്പേസ് ഉണ്ട് കേട്ടോ.
നല്ല ലാവിഷായിട്ട് സ്പേസ് ഉണ്ട്. നമ്മൾ കുറേ ഐറ്റംസ് ഒക്കെ എടുത്ത് കൊണ്ടുവന്ന് ട്രൈ ചെയ്തു. കുറേ ക്രാബും പ്രോൺസും ഒക്കെ ഉണ്ട് കേട്ടോ. പിന്നെ കട്ട്ലറ്റ് പോലത്തെ ഐറ്റം, നഗ്ഗറ്റ്സ്, പിന്നെ കുറേ ഫ്രൂട്ട്സും ഫ്രഞ്ച് ഫ്രൈസും കുറച്ച് ഡെസേർട്ട്സും, അങ്ങനെ എല്ലാ ഐറ്റംസും ട്രൈ ചെയ്തു. സംഭവം ഭയങ്കര കിടിലനായിരുന്നു. ഇത്ര ലാവിഷായിട്ടുള്ളൊരു ബുഫേ ആയിരുന്നു കേട്ടോ. ഭയങ്കര കിടിലൻ. ഒരുപാട് ടൈപ്പ് ജ്യൂസുകൾ, മിറിൻഡ, സോഫ്റ്റ് ഡ്രിങ്ക്സ് ഒക്കെ ഏത് ഐറ്റംസ് വേണമെങ്കിലും ഉണ്ട്. അങ്ങനെ മെയിൻ കോഴ്സൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ കുറേശ്ശെ ഡെസേർട്ട്സ് ഒക്കെ എടുത്തു. ഒക്കെ ഭയങ്കര സോഫ്റ്റും ക്രീമി ആയിട്ടുള്ള ഡെസേർട്ട്സ് ആയിരുന്നു കേട്ടോ. ചോക്ലേറ്റ് ഫ്ലേവേർഡും പൈനാപ്പിൾ ഫ്ലേവേർഡും ഒക്കെ ആയിട്ടുള്ള ഒരുപാട് ടൈപ്പ് കേക്ക്സ് ഉണ്ടായിരുന്നു. കണ്ടോ, ഇങ്ങനെ കുറേ കട്ട് ചെയ്തിട്ട് എടുക്കുന്ന ടൈപ്പ് കേക്ക്സ്, ഭയങ്കര ചീസി ഒക്കെ ആയിട്ടുള്ള ഒരുപാട് കേക്ക്സ്, പിന്നെ കുറേ ക്രീമി ആയിട്ടുള്ള കുറേ ഡെസേർട്ട്സ്, അങ്ങനെ ഒരുപാട് ഐറ്റംസ് എടുത്തു. കണ്ടോ, സംഭവം നല്ല ടേസ്റ്റിയും നല്ല അടിപൊളി ഡിന്നർ എന്ന് തന്നെ പറയാം. നമ്മൾ ഈ പ്രാവശ്യത്തെ ട്രിപ്പിൽ ഏറ്റവും ഗ്രാൻഡായിട്ടുള്ള ഡിന്നർ ഏതാണെന്ന് വെച്ചാൽ ഈ യൂറോപ്യൻ ട്രിപ്പിൽ ഈ ഷിപ്പിലുള്ള ഈ സിൽജ സിംഫണി എന്ന് പറഞ്ഞ ക്രൂയിസിലുള്ള ഈ ബുഫേ ഡിന്നർ തന്നെയായിരുന്നു. പിന്നെ കുറേ ടൈപ്പ് ബിസ്ക്കറ്റ്സ്, സിന്നാമൺ ഫ്ലേവേർഡ് ആയിട്ടുള്ള ബിസ്ക്കറ്റ്സ് ഒക്കെ ഉണ്ടായിരുന്നു. ഇങ്ങനെ കുറേ ബോൾസൊക്കെ, ചോക്ലേറ്റ് ബോൾസും, അങ്ങനെ കുറേ സാധനങ്ങളുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഈ മീറ്റൊക്കെ ഇഷ്ടമുള്ളവർക്ക് ഒരുപാട് മീറ്റ് ബോൾസ്, പല ടൈപ്പ് മീറ്റ് ബോൾസും ഒക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഐസ്ക്രീംസ് ഉണ്ടായിരുന്നു. ഇങ്ങനെ നമ്മൾ ഓരോന്നായിട്ട് ഡെസേർട്ട്സ് ഒക്കെ എടുത്ത് വെച്ച് ടേസ്റ്റ് ചെയ്തു. സംഭവം അടിപൊളി തന്നെയായിരുന്നു കേട്ടോ. അങ്ങനെ കുറേ ടൈപ്പ് ഫുഡൊക്കെ കഴിച്ചു. കടലിൻ്റെ സൈഡിൽ പിന്നെ കുറേ ഫോറസ്റ്റ് ഏരിയ ആയിരുന്നു കേട്ടോ. ഫുള്ള് ഇങ്ങനെ കാട് പോലെ മരങ്ങൾ തിങ്ങി നിറഞ്ഞത്, ഇങ്ങനെ ചെറിയ ചെറിയ ഐലൻഡ് പോലെ കടലിൻ്റെ നടുക്ക് ഇങ്ങനെ കാണാനൊരു പ്രത്യേക ഭംഗിയായിരുന്നു കേട്ടോ. അങ്ങനെ കുറേ ആ സൺസെറ്റിൻ്റെ കാഴ്ചകളൊക്കെ കണ്ട് നമ്മൾ അന്ന് കിടന്നുറങ്ങി. പിറ്റേ ദിവസം രാവിലെ ഒരു ബുഫേ ബ്രേക്ക്ഫാസ്റ്റും കൂടി ഉണ്ടായിരുന്നു കേട്ടോ. അവിടെ തന്നെ ബ്രേക്ക്ഫാസ്റ്റ് ഇതുപോലെ തന്നെ ഭയങ്കര ഗ്രാൻഡ് ആയിരുന്നു. ഒരുപാട് വെറൈറ്റി ആയിട്ടുള്ള ക്രോയ്സൻസ് ഉണ്ടായിരുന്നു, സിന്നമൺ റോള്, പിന്നെ കുറേ ഓട്സിൻ്റെ ബിസ്ക്കറ്റും, കുറേ ടൈപ്പ് വെറൈറ്റി ആയിട്ടുള്ള ഒരുപാട് ടൈപ്പ് ബ്രെഡുകൾ. ഇതൊക്കെയാണ് മെയിൻലി യൂറോപ്യൻസിൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് കേട്ടോ. എവിടെ പോയാലും നമുക്ക് കാണാം ഇങ്ങനെ ഫ്രഞ്ച് ബ്രെഡ് പോലെ ഇങ്ങനെ കട്ട് ചെയ്ത് മുറിക്കുന്ന കുറേ ബ്രെഡുകൾ, പിന്നെ കുറേ ഹാംസ്, പിന്നെ ഇങ്ങനെ ഇതുപോലെ ഇങ്ങനെ കുറേ സ്ലൈസാക്കിയ കുറേ മീറ്റ്, അതൊക്കെയാണ് ഇവരുടെ മെയിൻ. പിന്നെ കുറേ ഫ്രൂട്ട്സ് ഉണ്ടാവും, കുറേ സാലഡ്സും യോഗേർട്സും. ഇതാണ് കേട്ടോ എല്ലാ യൂറോപ്യൻ കൺട്രീസിലുള്ള മെയിൻ ബ്രേക്ക്ഫാസ്റ്റ്. കുറേ ചീസ് ഉണ്ട് കേട്ടോ, ചീസിൻ്റെ കുറേ സ്ലൈസ്, ഇങ്ങനെ പല പല മീറ്റ്, പോർക്ക് ഉണ്ടാവും, ബീഫുണ്ട്, ചിക്കൻ ഉണ്ട്, അങ്ങനെ ഒരുപാട് ഐറ്റംസ്. പിന്നെ മീറ്റ് ബോൾസും, കുറേ സോസേജുകൾ, ബേക്ക്ഡ് ബീൻസ്, പിന്നെ കുറേ പാൻ കേക്ക് ഉണ്ട്. പിന്നെ ഈ റൈസ് പോറേജും റൈസ് പാറ്റി എന്ന് പറഞ്ഞിട്ട് ഈ റൈസ് വെച്ചിട്ട് ഒരു പാറ്റിയൊക്കെ ഫില്ല് ചെയ്തിട്ടുള്ളൊരു സാധനം, ബോയിൽഡ് എഗ്ഗും സ്ക്രാമ്പിൾഡ് എഗ്ഗും ഒക്കെ ഉണ്ട്. പിന്നെ ഇങ്ങനെ ഒരുപാട് ഈ ഗ്രിൽഡ് ടൊമാറ്റോസ്, ഇതെല്ലാ ഹോട്ടലുകളിലും കണ്ടു കേട്ടോ. ഇങ്ങനെ ഒരുപാട് ഇങ്ങനത്തെ നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റാണെന്ന് തോന്നിയത്. നമ്മുടെ നാട്ടിലൊക്കെ ഉള്ളതിനേക്കാളും കുറച്ചും കൂടി ഹെൽത്തിയാണ് കേട്ടോ. അങ്ങനെ ഒരുപാട് ബിസ്ക്കറ്റ്സ് ഉണ്ട്, പിന്നെ കുറച്ച് ജ്യൂസുകൾ, ഫ്രഷ് ജ്യൂസുകൾ, പിന്നെ ഡെസേർട്ട്സ് ആയിട്ട് ഇതുപോലെ കുറച്ച് കേക്കുകളും കുറച്ച് ഡോനട്ട്സും ഒക്കെ ഉണ്ട് കേട്ടോ. ഫ്രഷ് മിൽക്ക് ഉണ്ട്, പിന്നെ ഒരുപാട് ജ്യൂസ്, ഫാൻറ്റ, സ്പ്രൈറ്റ്, അത് രാത്രി ആയാലും രാവിലെ ആയാലും നമുക്കിങ്ങനെ ഫ്രീലി അവൈലബിൾ ആണ്. കുറേ കട്ട് ഫ്രൂട്ട്സ് ഉണ്ട്, ആപ്പിളും ബനാനയൊക്കെ ആയിട്ട്, പിന്നെ കുറേ ഓട്സും ചോക്കോസും കോൺഫ്ലേക്സും മിൽക്കും, പിന്നെ ഒരുപാട് ഫ്ലേവേർഡ് യോഗേർട്സും ഒക്കെ ആയിട്ട് ഭയങ്കര നല്ല ഹെൽത്തിയും റിച്ചും ആയിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റ് ആയിരുന്നു കേട്ടോ. പിന്നെ ഇങ്ങനെ ഈ സാൽമണും അങ്ങനത്തെ ഫിഷും ഒക്കെ ഉണ്ട്. പിന്നെ നമ്മൾ നോർമൽ ബ്രെഡ് ടോസ്റ്റ് ചെയ്ത് കഴിക്കേണ്ടവർക്ക് അങ്ങനെയും കഴിക്കാം കേട്ടോ. അതിൻ്റെ ടോസ്റ്ററും അതിനുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മളിങ്ങനെ കുറച്ച് പാൻ കേക്ക്സ് ഒക്കെ എടുത്തു. പാൻ കേക്ക് നല്ല സോഫ്റ്റും ചെറിയ ബനാന പാൻ കേക്കാണ് കേട്ടോ. ബനാന ഫ്ലേവേർഡ് ആയിട്ടുള്ള പാൻ കേക്ക് ആയിരുന്നു. സംഭവം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ ഇതാണ് ഈ റൈസ് പാറ്റി എന്നാണ് ഇവർ എഴുതി വെച്ചേക്കുന്നത്. ഒരു റൈസും ചീസും ഒക്കെ ഫില്ല് ചെയ്ത ഒരു പാറ്റി കേട്ടോ. ബേസ് ഇങ്ങനെ ഒരു റൈസ് ഫ്ലേക്സ് കൊണ്ടോ എന്തോ ഉണ്ടാക്കിയ ഒരു ബേസൊക്കെ ആയിട്ട് സംഭവം ടേസ്റ്റ് ഉണ്ട്. ഇതാണ് ബേക്ക്ഡ് ബീൻസ് കേട്ടോ. ബേക്ക്ഡ് ബീൻസും കുറച്ചെടുത്ത് കഴിച്ചു നോക്കി, കുഴപ്പമില്ല. കുറച്ച് മസാലയും ഒരു സോസിൻ്റെയൊക്കെ ഒരു ടേസ്റ്റും ഒക്കെ ഉണ്ട്. അത്യാവശ്യം ടേസ്റ്റിയാണ് കേട്ടോ. പിന്നെ നമ്മൾ അങ്ങനെ എല്ലാ ഐറ്റംസും ഒന്ന് ട്രൈ ചെയ്യുക. കുറച്ച് നല്ല ഐറ്റംസൊക്കെ ട്രൈ ചെയ്യാമെന്ന് വെച്ചാൽ കുറച്ച് മീറ്റ് ബോൾസ് എടുത്തു. ഇത് പൊട്ടറ്റോ ബോൾസും മീറ്റ് ബോൾസും ഒക്കെ എടുത്തിട്ടോ. പിന്നെ കുറച്ച് സ്ക്രാമ്പിൾഡ് എഗ്ഗൊക്കെ എടുത്തു. അങ്ങനെ അത്യാവശ്യം നല്ല കിടിലൻ ബ്രേക്ക്ഫാസ്റ്റും കഴിച്ചു കേട്ടോ. പിന്നെ ടീ കോഫിയൊക്കെ ഉണ്ട്. ടീ കോഫി മേക്കറുണ്ട്, ഏത് കോഫി വേണമെങ്കിലും നമുക്ക് എടുക്കാം. ക്യാപ്പച്ചിനോയോ ലാറ്റയോ എക്സ്പ്രസ്സോയോ നമ്മളെ ചോയ്സ് ഏതാണെന്ന് വെച്ചാൽ ആ കോഫി നമുക്ക് എടുക്കാം. ഇതാണ് ചിക്കൻ്റെ മീറ്റ് ബോൾ കേട്ടോ. ഇത് നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു സാധനമായിരുന്നു കേട്ടോ. നല്ല നമ്മളെ കട്ട്ലറ്റിൻ്റെയൊക്കെ ഏകദേശം ഒരു ഫ്ലേവറാണ്. പിന്നെ കുറേ ടൈപ്പ് ചെറീസും കുറേ ഒരുപാട് വെറൈറ്റി സോസുകൾ, ജാമുകളൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ ഈ പോറഡ്ജ്, ഓട്സ് പോറഡ്ജ്, നമ്മളെ ഓട്സ് പാലിലൊക്കെ വേവിച്ചത്. പിന്നെ കുറേ ആൽമണ്ട്സ് ഉണ്ട്, വാൽനട്ട്സും ബദാമും ഒക്കെ, ആപ്രിക്കോട്ട് പോലത്തെ ഡ്രൈ ഫ്രൂട്ട്സും, കുറേ ഡ്രൈ ഫ്രൂട്ട്സും നട്ട്സും ഒക്കെ ഇഷ്ടം പോലെ ഉണ്ടാവും. അങ്ങനെ നല്ല ഹെൽത്തി ആയിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റാണെന്ന് ഞാൻ പറഞ്ഞില്ല ആദ്യം. അങ്ങനെ നമ്മൾ കുറച്ച് ഈ വാൽനട്ട്സും
ഇതൊക്കെ എടുത്തിട്ട് ആപ്രിക്കോട്ട് പോലത്തെ ഡ്രൈ ഫ്രൂട്ട്സ് പിന്നെ ക്രോയിസൻ്റ് കുറച്ച് ബട്ടറൊക്കെ പുരട്ടി കഴിച്ച് നോക്കി. ഭയങ്കര എക്സ്ട്രാ സോഫ്റ്റാണ് കേട്ടോ. നമ്മുടെ നാട്ടിൽ കിട്ടുന്ന പോലത്തെ ക്രോയിസൻ്റ് ഒന്നുമല്ല, ഭയങ്കര സോഫ്റ്റാണ്. നമുക്ക് കുറച്ച് ന്യൂട്ടല്ല പോലത്തെ ചോക്ലേറ്റ് സ്പ്രെഡും ഒക്കെ എടുത്ത് അതൊക്കെ കൂട്ടി കഴിക്കാൻ നല്ല കിടിലൻ സാധനം കേട്ടോ. അങ്ങനെ അടിപൊളി ആ ബ്രേക്ക്ഫാസ്റ്റും കൂടി കഴിച്ചാൽ നമ്മൾ 10 മണിക്ക് ചെക്കൗട്ടാണ് ഷിപ്പിൽ നിന്ന്. ഇതിപ്പോൾ രാവിലെ നമ്മളൊരു 9 മണിയൊക്കെ ആയപ്പോൾ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചു. ലഗേജൊക്കെ ഓൾമോസ്റ്റ് നമ്മൾ പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഗ്രാൻഡായിട്ട് നമ്മൾ ആ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു. ബനാന പാൻ കേക്ക് വരെ കേട്ടോ, ഭയങ്കര ടേസ്റ്റാണ്. അതിൻ്റെ കൂടെ വേണമെങ്കിൽ ആപ്പിൾ സിറപ്പോ അല്ലെങ്കിൽ ഹണിയോ എന്തെങ്കിലുമൊക്കെ സ്പ്രെഡൊക്കെ വെച്ച് യൂസ് ചെയ്ത് കഴിച്ചാൽ നല്ല ടേസ്റ്റാണ്. യൂറോപ്യൻ കൺട്രീസിലൊക്കെ നമുക്ക് ഈ പാൻ കേക്ക് കിട്ടും. ഇത് പിന്നെ പൊട്ടറ്റോ ബോൾസ്, പൊട്ടറ്റോ ഒക്കെ സ്മാഷ്ഡ് പൊട്ടറ്റോ വെച്ച് ഇവർ കുറച്ച് സ്പൈസസ് ഒക്കെ ആഡ് ചെയ്ത് ബോളാക്കി ഉണ്ടാക്കിയതാണ് കേട്ടോ. സാധനം നല്ല രസമുണ്ട്. പിന്നെ ബോയിൽഡ് എഗ്ഗും സ്ക്രാമ്പിൾഡ് എഗ്ഗും ഒക്കെ കഴിച്ചു. ബേക്ക്ഡ് ബീൻസും നമ്മളൊന്ന് ടേസ്റ്റ് ചെയ്തിട്ടോ. എനിക്ക് അത്ര വലിയ ഇഷ്ടമായില്ല. പൊതുവേ യൂറോപ്യൻസ് എല്ലാവരും ഭയങ്കര ഇഷ്ടത്തിൽ കഴിക്കുന്ന ഒരു സാധനമാണ്. നമുക്ക് കേരളൈറ്റ്സിന് അതിൻ്റെ ഫ്ലേവർ അത്ര ഇഷ്ടമാവില്ല എന്ന് എനിക്ക് തോന്നിയത്. പിന്നെ ആ സോസൊക്കെ കൂട്ടി ആ മീറ്റ് ബോൾസ് കഴിക്കുമ്പോൾ നല്ല രസമുണ്ട്. പിന്നെ ജ്യൂസ് നമുക്ക് ഏത് വേണമെങ്കിലും ആപ്പിളോ ഗ്രേപ്പോ പിന്നെ കുറേ വെറൈറ്റി ആയിട്ടുള്ള കുറേ ജ്യൂസും വാട്ടറും ഒക്കെ ഉണ്ട് കേട്ടോ. ഏത് ജ്യൂസാണ് വേണ്ടതെന്ന് വെച്ചാൽ ആപ്പിൾ ജ്യൂസാണ് ഞാൻ കഴിച്ചത്. അങ്ങനെ നമുക്ക് എടുത്ത് കഴിക്കാം. ഡിസ്പെൻസേഴ്സിൻ്റെ എല്ലാത്തിനും. പിന്നെ ടീ കോഫി മേക്കേഴ്സുണ്ട്. അങ്ങനെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് ബാക്കി പാക്കിങ്ങും കൂടി കംപ്ലീറ്റ് ചെയ്തിട്ട് നമ്മൾ ചെക്കൗട്ടായിരുന്നു കേട്ടോ പരിപാടി. ഇന്ന് നമ്മൾ സ്വീഡനിലേക്കാണ് പോകുന്നത്. സ്വീഡനിലെ സ്റ്റോക്ക്ഹോമാണ് സ്വീഡൻ്റെ ക്യാപിറ്റൽ സിറ്റി. അങ്ങോട്ടാണ് കേട്ടോ ഇന്ന് നമ്മളെ പരിപാടി. ഇതാണ് നമ്മുടെ കോഫി മേക്കർ. ഇഷ്ടംപോലെ ടൈപ്പ് വെറൈറ്റി കോഫീസ് ഇതിൽ ഉണ്ടാക്കാൻ പറ്റും. അങ്ങനെ നമ്മൾ മിൽക്ക് കോഫി ഒക്കെ എടുത്തു. ഫ്രഷ് മിൽക്ക് വേണമെങ്കിൽ അതുണ്ട്. അങ്ങനെ പോർട്ടിൽ നിന്നൊക്കെ നമ്മൾ ഇറങ്ങി ഷിപ്പിൽ നിന്ന് ചെക്കൗട്ട് ചെയ്ത് നമ്മൾ സ്റ്റോക്ക്ഹോമിൽ ലാൻഡ് ചെയ്തു. അപ്പോൾ ഇനി സ്റ്റോക്ക്ഹോം കാണാൻ പോവുകയാണ് സ്വീഡനിലെ. അപ്പോൾ